ഗാഥ മോളെ. അബി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് വിളിച്ചു. അവൾ അവനെ ഒന്ന് മുഖം ഉയർത്തി നോക്കി. അവൻ അവളുടെ കയ്യിൽ പതിയെ തൊട്ടു. അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. ആ നിമിഷം കിച്ചുവിൻ്റെ മുഖവും അവൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലൂടെ മിന്നി മറിഞ്ഞു. വേണ്ട, അവൾ പതിയെ ഇരുന്നിടത്തു നിന്നും പിന്നോട്ട് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. മോളെ, ഇത് ഞാനാ, നിന്റെ ഏട്ടൻ അഭിറാം. അവൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. പക്ഷേ അവൻ്റെ വാക്കുകളൊന്നും അവൾ കേട്ടില്ല. എങ്ങനെയും കിച്ചുവിൽ നിന്നും രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നത്. മോളെ. അവൾ പിന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. വേണ്ട കിച്ചുവേട്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. അലറിക്കരഞ്ഞുകൊണ്ട് അവൾ പതിയെ പിടഞ്ഞെഴുന്നേറ്റ് ഓടി. മോളെ. അവളുടെ പുറകെ പോകാൻ നിന്ന അബിയെ ആ വൃദ്ധൻ തടഞ്ഞു. സാറ് പേടിക്കണ്ട, ആ മോൾ എവിടെയും പോവില്ല. സങ്കടം വരുമ്പോൾ അവൾ എപ്പോഴും ആ മുറിയിലേക്കാണ് ഓടുന്നത്. എല്ലാ വിഷമങ്ങളും പെയ്തൊഴിയുമ്പോൾ അവൾ തന്നെ പുറത്തേക്ക് വരും. അയാൾ പറഞ്ഞതും അബി നിരാശയോടെ ആ നിലത്തേക്കിരുന്നു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്. ഗാഥയുടെ ഈ അവസ്ഥ ഞാൻ എങ്ങനെ വിച്ചുവിനെ അറിയിക്കും? തകർന്നു പോകും ആ പാവം. ഇപ്പോൾ തന്നെ അവൻ ഒരുപാട് അനുഭവിച്ചു. എന്നിരുന്നാലും ദൈവോട്ടി, ഇത്രയും നാള് അവൾക്ക് നഷ്ടപ്പെട്ട മാതൃസ്നേഹം ഇനിയെങ്കിലും അവൾക്ക് തിരികെ നൽകണം. അവനെ എങ്ങനെയും അറിയിച്ചേ മതിയാകൂ. ആ മണ്ണിൽ നിന്നും അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ വ്യക്തമായൊരു തീരുമാനമെടുത്തിരുന്നു. ഡാ അബി, നീ എന്തിനാ ഓടിയേ? ആരാ പെൺകൊച്ച്? അരുൺ സംശയത്തോടെ പുരികം പൊക്കി ചോദിച്ചു. അവനൊപ്പം മറ്റു രണ്ടാളും കൂടിയിരുന്നു. പറയാം. അവൻ മുന്നോട്ട് നടന്നു. ഒപ്പം മറ്റുള്ളവരും. അത് കൃഷ്ണഗാഥ ശിവദാസ്, എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയാണ്. അവൻ ദൂരേക്ക് മിഴിനട്ടുകൊണ്ട് പറഞ്ഞു. മറ്റുള്ളവർ സംശയത്തോടെ അവനെ നോക്കി. ഡാ വിഷ്ണു എന്ന് പറയുമ്പോൾ അശ്വിൻ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. അതെ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, അതിലുപരി എൻ്റെ സഹോദരൻ, ശ്രീ വിഷ്ണു വാസുദേവൻ. അബി പറഞ്ഞതും മറ്റുള്ളവർ അവനെ തന്നെ നോക്കി. ഡാ, പിന്നെ എങ്ങനെ ആ കുട്ടി ഇവിടെ? ശ്രീജിത്ത് അവനെ നോക്കി ചോദിച്ചു. അത് ഇത്തിരി വലിയൊരു കഥയാണ്, ഞാൻ പറയാം വിശദമായി തന്നെ. അത്രയും പറഞ്ഞ് അബി മുന്നോട്ട് നടന്നു. മറ്റുള്ളവർ അവൻ പോകുന്നത് നോക്കി നിന്നു. ശ്രീയെയും കൂട്ടി ധനു നേരെ പോയത് ശ്രീയുടെ റൂമിലേക്കായിരുന്നു. അവിടെ എത്തിയതും അവൾ അവൻ്റെ കൈവിട്ട് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്രീ ആകെ കിളിപ്പോയതുപോലെ നിൽപ്പ് തുടരുന്നു. ഹലോ മിസ്റ്റർ ശ്രീ വിഘ്നേഷ്. അവൻ്റെ മുഖത്തേക്ക് അവൾ വിരൽ ഞൊടിച്ചതും അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും മതിയോ നിങ്ങളുടെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ? അവനെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. മതി, അവൻ നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഭാര്യയായി ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കും. പക്ഷേ അത് കണ്ട് എനിക്ക് നിങ്ങളോട് അഗാധമായ പ്രണയമാണെന്ന് വിചാരിക്കല്ലേ, അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു. നിന്നെ ഞാൻ പഴയ പോലെ ആക്കിയെടുക്കും പെണ്ണെ, നീ കാത്തിരുന്നു, അവൻ മനസ്സിൽ പറഞ്ഞു. എന്താ? അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കി അവൾ നെറ്റിച്ചുളിച്ചു. അവൻ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. അവൾ അവൻ പോകുന്നത് നോക്കി നിന്നു. ശ്രീയേട്ട, എനിക്ക് ജീവനാ നിങ്ങളെ. പക്ഷേ എന്നെ വേദനിപ്പിച്ചതിന് എൻ്റെ വക ചെറിയൊരു ഡോസെങ്കിലും ഞാൻ തരണ്ടേ? ശ്രീയേട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവൻ പോകുന്നത് നോക്കി അവൾ മനസ്സിലോർത്തു. ബാഗും സാധനങ്ങളും ഒതുക്കി വെച്ച് അവൾ താഴേക്ക് ചെന്നു. ഹാളിൽ ശ്രീബാലയും ഗൗരിയും എന്തൊക്കെയോ ചർച്ചയിലാണ്. എന്നാലും അവൾ വീണ്ടും ഇവിടേക്ക് തള്ളിക്കയറി വന്നല്ലോ ബാല. വന്നത് പോട്ടെ, നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർക്കുമ്പോഴാ എനിക്ക് കലിയടക്കുന്നേ. സോഫയിലിരുന്ന് നഖം കടിച്ചുകൊണ്ട് ബാല പറഞ്ഞു. അമ്മായി ഇത് എവിടെ പോയി കിടക്കുവാണോ? പറഞ്ഞുകൊണ്ട് ഗൗരി നേരെ നോക്കിയതും കണ്ടു താഴേക്ക് ഇറങ്ങി വരുന്ന ധനുവിനെ. ദേ വരുന്നുണ്ട്, ഗൗരി ശബ്ദം താഴ്ത്തി ബാലയോട് പറഞ്ഞു. അവളെ കണ്ടതും ബാല ചാടി എണീറ്റു. ആഹാ, ഇതാരൊക്കെയാ? എൻ്റെ നാത്തൂന്മാരോ? ഒന്നാക്കിക്കൊണ്ട് ധനു അവരുടെ അടുത്തേക്ക് നടന്നു. ഇവൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടെന്ന് തോന്നുന്നേ, ബാല പതിയെ പറഞ്ഞു. അല്ല, എവിടെ എൻ്റെ പൊന്നമ്മായിമ്മ? അവൾ ചുറ്റും പരതിക്കൊണ്ട് ചോദിച്ചു. അമ്മ ഇവിടെ ഇല്ല, ഒരൽപ്പം ദേഷ്യത്തിൽ തന്നെ ബാല പറഞ്ഞു. കഷ്ടമായി പോയി. ഒന്ന് കാണാൻ കൊതിച്ച് ഓടി വന്ന അപ്പോഴേക്കും എങ്ങോട്ടാ പോയി? അവൾ രണ്ടാളെയും നോക്കിക്കൊണ്ട് താടിക്കും കൈവച്ചു. എലി, അമ്മായി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, നിന്റെ ഈ ചാട്ടത്തിനുള്ള മറുപടി കയ്യോടെ തരും, അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഗൗരി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൾ രണ്ടാളെയും ഒന്ന് നോക്കി മുത്തശ്ശിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ധനു ചെല്ലുമ്പോൾ മുത്തശ്ശി കട്ടിൽ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയായിരുന്നു. മുത്തശ്ശി, അവൾ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. അവൻ തലതെളിച്ച് വാതിൽക്കലേക്ക് നോക്കി.
തന്നെ നോക്കി ചിരിക്കുന്ന ധനുവിനെ കണ്ടതും അവരുടെ കണ്ണുകൾ തിളങ്ങി. മോളെ ധനു. അവൾ പതിയെ പിടഞ്ഞെഴുന്നേറ്റു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുത്തശ്ശി, എന്തിനാ ഇപ്പോൾ ഈ കണ്ണ് നിറയ്ക്കണേ? ഞാനിങ്ങ് വന്നില്ലേ? അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവരുടെ അടുത്തിരുന്നു. അത് മോളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ. നീ എവിടെയായിരുന്നു മോളെ ഇത്രയും ദിവസം? ഒരു ദിവസം പോലും എന്നെ കാണാൻ വരാൻ നിനക്ക് തോന്നിയില്ലല്ലോ. മുത്തശ്ശി പരിഭവത്തോടെ മുഖം തിരിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത്. അന്ന് ശ്രീയേട്ടൻ എന്നോട് പോകാൻ പറഞ്ഞപ്പോൾ തന്നെ വിച്ചേട്ടൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെയായിരുന്നു കൃഷ്ണഗാഥയിൽ. ഒരു ചിരിയോടെ പറയുന്നവളെ അവർ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു. എൻ്റെ കുഞ്ഞ്, അവന് സുഖമാണോ മോളെ? നിരാശ കലർന്ന ഭാവത്തിൽ അവർ ചോദിച്ചു. സുഖമാണ് മുത്തശ്ശി. മുത്തശ്ശിക്ക് വിച്ചേട്ടനെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? അവൾ അവരെ നോക്കി ചോദിച്ചു. ഞാൻ എത്ര നാളായി അവനെ ഒന്ന് കണ്ടിട്ട്. എല്ലാം എൻ്റെയും കൂടി തെറ്റല്ലേ? സങ്കടം നിറഞ്ഞിരുന്നു ആ വാക്കുകളിൽ. ഞാൻ വിച്ചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാം മുത്തശ്ശി. മോളെ ലക്ഷ്മി ഇവിടെ ഇല്ലെന്നാണ് ബാല പറഞ്ഞത്. എങ്ങോട്ട് പോയെന്ന് അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. അവൾ മോളെ എന്തെങ്കിലും പറഞ്ഞാൽ മോള് കരയാൻ നിൽക്കരുത്. അവൾ അവളുടെ കൈ പിടിച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല മുത്തശ്ശി, അതൊക്കെ പഴയ ധനു. ഇത് പുതിയ ധനുവാണ്. എനിക്കറിയാം അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അവൾ ദൂരേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകളിലെ മാറ്റം ഒരു വേള അവർ ശ്രദ്ധിക്കുകയായിരുന്നു. പോയ പോലെയല്ല അവൾ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധിക നേരം വേണ്ടി വന്നില്ല. അവൾ അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അവർ ചിരിയോടെ അവളുടെ മുടിയിൽ തലോടി. തൻ്റെ കുഞ്ഞ് ഒത്തിരി മാറിയിരിക്കുന്നു. പഴയ പോലെ ഒന്നിനും വേണ്ടി അവൾ കണ്ണീരൊഴുക്കാതിരുന്നാൽ മതിയെന്നായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥന. അഭിവിച്ചുവിനെയും ഗാഥയെയും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ കൂട്ടുകാരോട് വിശദമായി തന്നെ പറഞ്ഞു. കിച്ചുവിനെ ഇപ്പോൾ കണ്ട തല്ലിക്കൊല്ലുമെന്ന അവസ്ഥയിലാണ് അവർ മൂവരും. അവൻ ഇത്രയ്ക്ക് ചീപ്പായി ബിഹേവ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? പന്ന മോൻ. ശ്രീജിത്ത് മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അല്ല അബി, ഇനി എന്താ നിന്റെ പ്ലാന്? അശ്വിൻ സംശയത്തോടെ അബിയെ നോക്കി ചോദിച്ചു. അറിയിക്കണം വിച്ചുവിനെ, പക്ഷേ എനിക്കതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. അവൻ ബാൽക്കണിയിൽ കമ്പിയിൽ പിടിച്ച് ദൂരേക്ക് നോക്കി പറഞ്ഞു. വൈകിയ ചിലപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ഇതിലും മോശമായേക്കാം. അതുകൊണ്ട് വേഗം നീ അറിയിക്കാൻ നോക്ക്. അരുണും കൂടി പറഞ്ഞു. ശരിയാണ് നിങ്ങൾ പറയുന്നത്, പക്ഷേ ഇതറിഞ്ഞാൽ അവൻ തകർന്നു പോകും. അവളെ നഷ്ടപ്പെട്ട ശേഷം അവൻ്റെ ജീവിതം നേരിട്ട് കണ്ടവനാണ് ഞാൻ. അവൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു. എടാ, അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവൾ ജീവിച്ചിരിപ്പില്ല എന്നല്ലേ? എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ അവൻ ഓടിയെത്തില്ലേ? ശ്രീജിത്ത് വീണ്ടും ചോദിച്ചു. അതെനിക്കറിയാം. ഒരു പക്ഷേ ഗാഥ അവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. അവൻ സംശയത്തോടെ മറ്റുള്ളവരെ നോക്കി. ശരിയായിരിക്കാം, ചിലപ്പോൾ അവൻ്റെ സാമീപ്യത്തിൽ അവൾക്ക് മാറ്റം ഉണ്ടായാലോ? അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, അശ്വിൻ ചോദിച്ചു. അങ്ങനെ സമാധാനിക്കാം, അഭി ദൂരേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ നീ അവനെ വിളിച്ച് കാര്യം പറ. അരുൺ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. പുറകെ അവനെയും നോക്കി മറ്റുള്ളവരും. അഭി ഫോണെടുത്ത് വിച്ചുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കുറച്ചു നേരത്തെ റിങ്ങിനു ശേഷം മറുവശത്ത് കോള് കണക്റ്റായിരുന്നു. എന്തു പറ്റി രണ്ടാൾക്കും? വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രം. ഉമ്മറത്ത് കൂടി ബാലയും ഗൗരിയും എങ്ങനെ ധനുവിനെ ഇവിടെ നിന്നും ചാടിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മി ഉമ്മറപ്പടിയിലിരുന്ന് കിണ്ടിയിൽ നിന്നും പാദം നനച്ചുകൊണ്ട് രണ്ടാളെയും നോക്കി ചോദിച്ചത്. അമ്മ ഇത്രയും നേരം എവിടെ പോയിരിക്കുമായിരുന്നു? അവരെ കണ്ടതും ഗൗരി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ധൃതിയിൽ ചോദിച്ചു. ഞാൻ ആ സേതുവിൻ്റെ വീട് വരെ ഒന്ന് പോയതാ. ഞാൻ രാവിലെ പറഞ്ഞിട്ടല്ലേ പോയേ, അവൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടാന്ന്. അവർ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഇങ്ങനെ നൂലും കെട്ട് സദ്യയും കൂടി നടന്നു. ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ബാല അവരെ നോക്കി ചോദിച്ചു. എന്താടി കാര്യം? അവൾ വന്നിട്ടുണ്ട്, ഗൗരി പറഞ്ഞു. ആര്? അവർ സംശയത്തോടെ ചോദിച്ചു. അമ്മയുടെ പുന്നാര മരുമകൾ ധനിക. ബാല പറഞ്ഞതും അവർ ഗൗരിയെ നോക്കി. ഓഹോ, അപ്പോൾ ഞാൻ ഭയന്നതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയല്ലേ? കാണിച്ചു കൊടുക്കാം ഞാൻ. കയ്യിലിരുന്ന കൂടെ സോഫയിലേക്ക് എറിഞ്ഞുകൊണ്ട് അവർ അവളുടെ മുറിയിലേക്ക് നടന്നു. അവരുടെ പോക്ക് കണ്ട് രണ്ടാളും പുച്ഛം കലർന്നൊരു ചിരിയോടെ പരസ്പരം നോക്കി. ലക്ഷ്മി ചാടിത്തുള്ളി ശ്രീയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ധനു കബോർഡിൽ നിന്നും അലക്കാനുള്ള ശ്രീയുടെ വസ്ത്രങ്ങൾ എടുക്കുമായിരുന്നു. പുറംതിരിഞ്ഞു നിന്നതിനാൽ ലക്ഷ്മി വന്നത് അവൾ അറിഞ്ഞില്ല. ധനുവിനെ കണ്ടതും ലക്ഷ്മി പല്ല് കടിച്ചുകൊണ്ട് ചെറുതായി ചാരിയിരുന്ന വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് വാതിൽ തുറന്ന് ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. ഓ, എഴുന്നള്ളിയോ അമ്മ മഹാറാണി? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഡ്രസ്സെടുത്ത് ബെഡിൽ വെച്ചു. ഡി,
അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ തൻ്റെ ജോലി തുടരുന്ന ധനുവിനെ കണ്ട് കലിയിളകി ലക്ഷ്മി ഉറക്കെ വിളിച്ചു. അവൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും പുച്ഛത്തോടെ മുഖം തിരിച്ചു. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ദേഷ്യത്തിൽ ചാടിത്തുള്ളി അവർ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവർക്ക് നേരെ തിരിച്ചു നിർത്തി. ഡി, എന്ത് ധൈര്യത്തിലാ നീ എൻ്റെ മോൻ്റെ മുറിയിൽ കയറി നിൽക്കുന്നേ, ഊജുംപിട്ടവളെ? ലക്ഷ്മിയുടെ ഒച്ചാല ഉയർന്നു. ധനു കയ്യും കെട്ടി അവരെ തന്നെ നോക്കിയ ഒരു നിമിഷം. എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? അവർ വീണ്ടും അവളോട് കയർത്തു. കഴിഞ്ഞു, ഇനി എനിക്ക് പറയാവോ? ധനു അവളുടെ മറുപടിക്കായി ഉറ്റുനോക്കി നിൽക്കുന്ന ലക്ഷ്മിയോടായി ചോദ്യം ചോദിച്ചു. ആ, പറഞ്ഞ തുലക്കേ, അവർ അലസമായി പറഞ്ഞു. ദേ, ഈ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ ബലത്തിൽ ഇത് കെട്ടിയത് നിങ്ങളുടെ മോൻ തന്നെയല്ലേ? അവൾ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി ലക്ഷ്മിക്ക് മുന്നിൽ ഉയർത്തി കാട്ടിക്കൊണ്ട് ചോദിച്ചു. ഓഹോ, അപ്പോൾ നീ ഈ താലിയുടെ ബലത്തിലാണോ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത്? ഇപ്പം ഇറങ്ങിക്കോളണം ഇവിടുന്ന്, അവർ അലറുകയായിരുന്നു അവൾക്ക് മുന്നിൽ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടക്കാനൊരുങ്ങിയതും ധനു അവരുടെ കൈ ശക്തിയിൽ കുടഞ്ഞ് അവർ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി. ഞാനിങ്ങോട്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, അവളും വിട്ടുകൊടുത്തില്ല. അവൾ പറഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണുകൾ കുറുകി. അവർ അവളെ തന്നെ നോക്കി നിന്നു. ഞാനാ അമ്മേ അവളെ കൂട്ടിക്കൊണ്ടു വന്നേ. പുറകിൽ നിന്നും ശ്രീയുടെ ശബ്ദം കേട്ടതും ലക്ഷ്മി തിരിഞ്ഞു നോക്കി. വാതിലിൻ്റെ ചാരുപടിയിൽ കാലും പുറകിലോട്ട് ചവിട്ടി നെഞ്ചിൽ കൈ കെട്ടി നിൽക്കുകയായിരുന്നു അവൻ. ശ്രീമോനെ, നീ എന്തൊക്കെ പറയുന്നേ? ഇവൾ നിന്നെ ചതിച്ചവളാണ്. ശ്രീയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്നതിനാൽ ലക്ഷ്മി വാക്കുകൾക്കായി പരതി. അമ്മേ, മതി. അമ്മയ്ക്ക് എന്തിനാണ് ഇവളോട് ഇത്ര ദേഷ്യം? എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നത് കൊണ്ടോ, അതോ അമ്മയുടെ പരിഷ്കാരി ഗൗരിമോളെ ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ടോ? അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്തൊക്കെയായാലും ഇവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഏട്ടനെ വിട്ട് എനിക്കായി ഇറങ്ങി വന്നവളാണിവൾ. അതുകൊണ്ട് ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ഇവളെ ഞാൻ ഉപേക്ഷിക്കില്ല. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അത് പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിർവികാരമായി നിൽക്കുന്നവളുടെ മിഴികളിൽ ഒരു വേള ഉടക്കി. അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ലക്ഷ്മി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോഴും അവരാ നിൽപ്പ് തുടർന്നു. അമ്മേ, എന്തായി? ലക്ഷ്മി താഴേക്ക് വന്നതും ബാല ഓടിച്ചെന്നവരോട് ചോദിച്ചു. അവർ അവളെ രൂക്ഷമായി നോക്കി താഴേക്ക് പോയി. അവൾ ഒന്നും മനസ്സിലാവാതെ ഗൗരിയെ നോക്കി. അത് നടന്നില്ല, അത്ര തന്നെ, ഗൗരി പുച്ഛത്തോടെ പറഞ്ഞ് ഉമ്രത്തേക്ക് നടന്നു. അബിയുടെ കോൾ വന്നതും വിച്ചു ഹാളിൽ ഇരിക്കുകയായിരുന്നു. ദേവൂട്ടിയെ കാണാനും കുറച്ചു ദിവസം അവിടെ തങ്ങാനും വേണ്ടി ഗൗതമും അരുന്ധതിയും ഗാഥയുടെ അമ്മ കൃഷ്ണഗാഥയിലേക്ക് എത്തിയിരുന്നു. അവരോട് സംസാരിക്കുന്നതിനിടയിലാണ് അബിയുടെ കോൾ വന്നത്. അവൻ അവരോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഫോൺ കാതോട് ചേർത്തു. ഹലോ അബി. വിച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അബിയുടെ ഉള്ളെന്തെന്നില്ലാതെ പിഴയ്ക്കാൻ തുടങ്ങി, ഒപ്പം കൈകൾ വിറയ്ക്കാനും. ഹലോ, എടാ, നീ കേൾക്കുന്നുണ്ടോ? അബിയിൽ നിന്നും മറുപടിയൊന്നും കേൾക്കാഞ്ഞിട്ട് വിച്ചു സംശയത്തോടെ ചോദിച്ചു. ഹലോ വിച്ചു. അവൻ്റെ ശബ്ദം വിറച്ചിരുന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെയൊരു വിളി താൻ പറഞ്ഞില്ലെങ്കിലും തൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് വിച്ചുവിനെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അബി, എന്തു പറ്റിയടാ? നിന്റെ ശബ്ദമൊക്കെ വല്ലാണ്ട്. നിനക്ക് സുഖമില്ലേ? ആവലാതിയോടെയുള്ള വിച്ചുവിൻ്റെ ചോദ്യം കാതിൽ പതിച്ചതും അറിയാതെ അബിയുടെ കണ്ണുകളിൽ നീർത്തിളക്കം രൂപപ്പെട്ടു. ഏയ്, എനിക്ക് കുഴപ്പമില്ലടാ, നിനക്ക് സുഖമാണോ? പരമാവധി നോർമലായി സംസാരിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം പറയടാ, എന്താ നിനക്ക്? വിച്ചു അല്പം ഗൗരവത്തോടെ ചോദിച്ചു. വിച്ചു, അത് വാ തുറന്ന് പറയടാ, മനുഷ്യനെ ടെൻഷനാക്കാതെ. അവൻ വെപ്രാളം കൊണ്ട് അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. വിച്ചു, ഞാൻ പറയാൻ പോകുന്നത് കേട്ട് നീ ഇമോഷണൽ ആകരുത്, ശാന്തമായി കേൾക്കണം. അബി കണ്ണുകൾ തുടച്ച് ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറയാൻ പോകുന്നത് തന്നെ സംബന്ധിക്കുന്ന എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് അവൻ്റെ സ്വരത്തിൽ നിന്നും വിച്ചുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു മൂളലിൽ ഒതുക്കി. വിച്ചു, ഞാനിപ്പോൾ നാഗഹള്ളിയിലാണ്. നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വന്നതാണെന്ന്? അറിയാം. ഞാനിവിടെ വെച്ച് ഗാഥയെ കണ്ടു. അബി ഒട്ടും പതറാതെ പറഞ്ഞു. അവൻ കേട്ടതൊരു മാത്രം വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നുപോയി അബി. അബി, എൻ്റെ പെണ്ണ്? അതേടാ, അവൾ ജീവിച്ചിരിപ്പുണ്ട്, നിനക്കും കുഞ്ഞിനും വേണ്ടി. വിച്ചു, ഹലോ. അല്പം കഴിഞ്ഞിട്ടും അവൻ്റെ മറുപടിയൊന്നും കേൾക്കാഞ്ഞിട്ട് അബി ആകെ ആദിയായി. വിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് വീണിരുന്നു. അപ്പോഴും അബി പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടു. ഇവിടെ വെച്ച് ഞാൻ ഗാഥയെ കണ്ടു. അപ്പോൾ എൻ്റെ ഗാഥ, എൻ്റെ പെണ്ണ് ഇപ്പോഴും എനിക്കായി കാത്തിരിപ്പുണ്ട്. എനിക്കും മോൾക്കും വേണ്ടി അവൾ തിരിച്ചു വരുന്നു. ഈശ്വര, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല.
അവൻ നിലത്തേക്ക് ഊർന്നിരുന്ന് കണ്ണ് രണ്ടും പൊത്തിപ്പിടിച്ച് കരഞ്ഞു. വിച്ചേട്ടാ, എന്താ എന്താ പറ്റിയേ? വിച്ചു നിലത്തിരിക്കുന്നത് കണ്ട് അവനെ തിരക്കി വന്ന ഗൗതം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിച്ചു തല ഉയർത്തി അവനെ നോക്കി. വിച്ചു. അപ്പോഴും അബിയുടെ ശബ്ദം ഫോണിലൂടെ മുഴങ്ങി കേട്ടിരുന്നു. ഗൗതം നിലത്ത് നിന്ന് ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. അബിയേട്ടാ, ഞാനാ ഗൗതം. എന്താ ഏട്ടാ, എന്തു പറ്റി വിച്ചുവിന്? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. മോനെ, നമ്മുടെ ഗാഥ, അവൾ ജീവിച്ചിരിപ്പുണ്ട്. അബി പറഞ്ഞതും അവൻ ഞെട്ടി വിച്ചുവിനെ നോക്കി. അബിയേട്ടാ, എൻ്റെ കുഞ്ഞ്. അവൻ ശബ്ദം ഇടറിയിരുന്നു. അതേടാ, ഇവിടെ നാഗഹള്ളിയിൽ എൻ്റെ കൺമുന്നിലുണ്ടവൾ. അബി പറഞ്ഞതും ഗൗതം വിച്ചുവിനെ ഒന്ന് നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ വല്ലാത്ത തിളക്കം കാണാൻ കഴിഞ്ഞിരുന്നു അവന്. ഇത്രയും നാളും അനുഭവിച്ച വിരഹവേദനയ്ക്ക് വിട എന്നോണം ആ കണ്ണുകൾ അവസാനമായി നിറയും പോലെ. അവൻ കണ്ണിമ വയ്ക്കാതെ വിച്ചുവിലെ ഭാവങ്ങളെ നോക്കിയിരുന്നു. പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായി അവൻ ആരോടൊക്കെയോ മനസ്സിൽ നന്ദി പറയുകയായിരുന്നു ആ നിമിഷം.